തന്നെ ഇവിടെയുള്ള മറ്റൊരു ചോദ്യമാണ് ലിസ്റ്റ് ഔട്ട് 2 ടെക്നിക്സ് ഫോർ ടീച്ചിങ് ദ മെൻ്റലി ചാലഞ്ചഡ് ചിൽഡ്രൻ. അഥവാ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 2 ടെക്നിക്കുകൾ എഴുതുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം, മെൻ്റലി അഥവാ മാനസിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കുറച്ച് കൂടുതൽ സമയം പിടിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ പോലെ വളരെ ദീർഘമായിട്ടുള്ള സെൻറ്റൻസുകളൊന്നും പെട്ടെന്ന് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടെക്നിക്കുകൾ പറയുമ്പോൾ ഒന്ന്, ഏത് കാര്യവും പഠിക്കാൻ അവർക്ക് കൂടുതൽ സമയം നൽകുക, ഗിവിങ് എക്സ്ട്രാ ടൈം ഫോർ ലേണിംഗ് ദ ഐറ്റംസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് അവിടെ പറയാൻ കഴിയുന്നത് ഗിവിങ് ദം ഷോർട്ട് പാസേജസ് ടു ബി റെഡ് ബൈ ടേക്കിംഗ് മോർ ടൈം. അവർക്ക് ഗിവിങ് ദം ഷോർട്ട് പാസേജസ് റിട്ടൺ ഇൻ ബിഗർ ഫോൺസ് ഓർ പ്രിൻ്റഡ് ഇൻ ബിഗർ ഫോൺസ്. കുറച്ച് വലിപ്പമുള്ള ഫോൺ സൈസിൽ വലിപ്പമുള്ള അക്ഷരത്തിൽ എഴുതപ്പെട്ട ചെറിയ കൊച്ചു പാസേജുകൾ അവർക്ക് വായിക്കാൻ കൊടുക്കുക. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു വലിയ 2-3 പേജൊക്കെ ഉള്ള ഇതൊക്കെ ഒന്നിച്ച് വായിക്കാൻ പറയുമ്പോൾ അവർക്ക് കൊച്ചു പാരഗ്രാഫുകളായിട്ട് അത് കുറച്ച് വലിയ എഴുത്തിലായിട്ട് നൽകുക. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ചെറിയ പ്രോബ്ലംസ് കൊടുത്തിട്ട്, അഥവാ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നതിൽ പെട്ടെന്ന് കൂടുതൽ കോംപ്ലിക്കേറ്റഡായ പ്രോബ്ലംസിലേക്ക് പോകരുത്, ഗണിതങ്ങളിലേക്ക് പോകരുത്. കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട്, കാരണം അവർക്ക് പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്യാനൊന്നും കഴിയാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യണം, സമയം കൊടുക്കുക. ദെൻ മേക്കിംഗ് യൂസ് ഓഫ് പിക്ചേഴ്സ്, ഇമേജസ് ആൻഡ് വിഷ്വൽസ്. കാരണം അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് വിഷ്വൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അതും വിഷ്വൽസും ടെക്സ്റ്റും രണ്ടും കൂടി ചേരുമ്പോൾ പെട്ടെന്ന് വളരെ പതുക്കെ അവർ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ തുടങ്ങും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ പഠിപ്പിക്കാനുള്ള ടെക്നിക്കുകൾ, അത്തരം ടെക്നിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതുപോലെ അവർക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഏത് വിഷയമായാലും ലളിതമായ കഥകൾ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യാം, അത്തരം രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യപേപ്പറിലെ 11ാമത്തെ ചോദ്യം ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷേ ഡിസ്കസ് ലേണിംഗ് ഡിസബിലിറ്റി എന്നാണ് ചോദ്യത്തിലുള്ളത്. തൽക്കാലത്തേക്ക് 2 മാർക്കിന് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ നിൽക്കണ്ട, കാരണം 2 മാർക്ക് മാത്രമേ അതിന് ലഭിക്കൂ. അവിടെ ലേണിംഗ് ഡിസബിലിറ്റി, അത് ലേണിംഗ് ഡിസബിലിറ്റി എന്നാകാം, ലേണിംഗ് ഡിഫിക്കൽറ്റി എന്നാകാം, സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന രീതിയിലൊക്കെ ആകാം. അത് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് പഠനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അഥവാ വായിക്കുക, എഴുതുക, കണക്ക് കൂട്ടുക, ഭാഷ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതിൽ ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ കാര്യങ്ങളിൽ വിഷമം നേരിടുന്ന, അല്ലെങ്കിൽ അതിൽ മറ്റുള്ളവർ പഠിക്കുന്നത് പോലെ പെട്ടെന്ന് പഠിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽറ്റി ഓർ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. So learning disability is the lack of ability to follow or learn some basic learning aspects such as reading, writing, then doing the mathematical problems, learning the linguistic items in proper manner. അവ പഠനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളായ വായിക്കുക, എഴുതുക, കണക്ക് കൂട്ടുക, ഭാഷ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ
പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥയെയാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന്, അല്ലെങ്കിൽ സ്പെസിഫിക് പേപ്പറിലുള്ള ഒരു പാരഗ്രാഫ് ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, എന്താണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഡെഫിനിഷൻ പറയുക. അഥവാ വിഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെയും മറ്റും പ്രത്യേകമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി സാധാരണ മുഖ്യധാരാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പുറത്ത് സ്ഥാപിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകപ്പെടുന്ന വിദ്യാഭ്യാസത്തിനാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ തന്നെ പ്രത്യേകം ക്ലാസ് മുറികൾ ഏർപ്പെടുത്തിക്കൊണ്ട് വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു. അങ്ങനെ നൽകുന്ന വിദ്യാഭ്യാസത്തെയാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പാരഗ്രാഫ് ആയതുകൊണ്ട് നിങ്ങളതിന് ചെറിയ വിശദീകരണം കൊടുക്കണം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആകുമ്പോൾ കുട്ടികൾക്ക് സാധാരണ വിദ്യാർത്ഥികളുമായി കൂടുതൽ മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അത്രയും ഫലപ്രദമല്ലെങ്കിൽ കൂടി കുറച്ചൊക്കെ മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാനും സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനും ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ വിഭിന്നശേഷിക്കാരായ ആളുകളെ സഹായിക്കുന്നു. സ്പെഷ്യൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും തങ്ങൾ സമൂഹത്തിന് വേണ്ടാത്തവരാണ് എന്ന തോന്നലുണ്ടാകുന്നു. എന്നാൽ ഇത്തരമൊരു തോന്നൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സംവിധാനത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അത് രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന പോയിൻ്റുകൾ കുറച്ചൊന്ന് വിശദീകരിച്ചാൽ മതി. ഇവിടെ പ്രശ്നം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ പോസിറ്റീവ്സും അതിൻ്റെ കൂടെ പറയുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ സ്പെഷ്യൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാകുമ്പോൾ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. അവിടെ കൂടെ പഠിക്കുന്ന മറ്റുള്ളവരുമായിട്ട് ഒരുതരം സാഹോദര്യ ബന്ധമുണ്ടാകും എന്നൊക്കെ അതിൻ്റെ പോസിറ്റീവ്സും പറയാം. പിന്നെ നെഗറ്റീവ്സ്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നില്ല, സമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണത അവർ പിൽക്കാലത്ത് കാണിക്കുന്നു, അവർക്കെപ്പോഴും സമൂഹത്തോട് ദേഷ്യമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ കൂടി. സോറി, അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിലേ വന്നുപോയി. ഇവിടെ ഭയങ്കര കൊതുകായതുകൊണ്ട് ചെറിയൊരു ഡിലേ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞാനാണെങ്കിൽ ഈ ശബ്ദം പ്രശ്നം വരുന്നതുകൊണ്ട് ഫാൻ ഓഫാക്കിയിട്ട് പുറത്തിരുന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ചോദ്യപേപ്പറിലുള്ള മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ബയോസെൻട്രിക് മോഡൽ ആൻഡ് ഫങ്ഷണൽ മോഡൽ. അപ്പോൾ ആളുകൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളെ, പരിമിതികളെ വ്യത്യസ്ത തരത്തിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്. അതിനാണ് നമ്മൾ മോഡൽ ഓഫ് ഡിസബിലിറ്റി അല്ലെങ്കിൽ അപ്രോച്ചസ് ടു ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ ചിലർ ഇതിനെ ദൈവത്തിൻ്റെ ശാപമായിട്ടും ദൈവത്തിൽ നിന്നുള്ളൊരു വിധിയായിട്ടും ആരെങ്കിലുമൊക്കെ ചെയ്ത ദോഷത്തിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഇതുണ്ടായിട്ടുള്ളത് എന്ന് കാണുന്നു. അതിനാണ് നമ്മൾ റിലീജിയസ് മോഡൽ എന്ന് പറയുന്നത്. മറ്റൊരു മോഡലാണ് ബയോമെഡിക്കൽ മോഡൽ അല്ലെങ്കിൽ ബയോസെൻട്രിക് അപ്രോച്ച് മോഡൽ എന്ന് പറയുന്നത്.
അവർ പറയുന്നത് ഇതുണ്ടായിട്ടുള്ളത് ചില പ്രത്യേകമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുടെ കാരണം കൊണ്ടാണ്. അത് ചിലപ്പോൾ നല്ല പോഷകസമ്പുഷ്ടമായ ആഹാരം കിട്ടാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പാരൻസിനുണ്ടായ അസുഖങ്ങളുടെ കാരണം കൊണ്ടോ, അല്ലെങ്കിൽ ഗർഭിണിയായ സമയത്ത് അമ്മ മരുന്ന് കഴിച്ചതുകൊണ്ടോ, അങ്ങനെയൊക്കെ. അപ്പം ഈ രീതിയിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. അതിനൊരു ജൈവശാസ്ത്രപരമായിട്ട് ആണ് നോക്കിക്കാണേണ്ടത് എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ്, മോഡലാണ് ബയോമെഡിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ബയോസെൻട്രിക് അപ്രോച്ച്. പിന്നെ ഫങ്ഷണൽ മോഡൽ അല്ലെങ്കിൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഈ വൈകല്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും, കുട്ടിക്കാലത്ത് ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് തന്നെ പ്രശ്നങ്ങൾ വരുന്ന അവയവങ്ങൾ തീരെ പ്രവർത്തിപ്പിക്കാതെ അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ നിൽക്കുന്നതിലൂടെ, പ്രവർത്തനരഹിതമാകുന്നതിലൂടെയാണ് പലപ്പോഴും ഈ ഡിസബിലിറ്റി ഒരു വലിയ പരിമിതിയായി മാറുന്നത് എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് എന്ത്, ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ പാരഗ്രാഫിനായതുകൊണ്ട് നിങ്ങളത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുക. അഥവാ ബയോസെൻട്രിക് മോഡലുകാർ പറയുന്നത് അതിനൊരു ശാപമായി കണ്ട് അത് ചികിത്സിക്കാതെ നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് അത്തരം പ്രശ്നങ്ങൾ ചികിത്സിച്ച് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ, നേരത്തെ കണ്ടെത്തി നേരത്തെ ചികിത്സിക്കുകയാണെങ്കിൽ അതിൻ്റെ തോത് ഒക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് ശരിയായ രീതിയിലുള്ള വൈദ്യശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ നൽകേണ്ടതുണ്ട് എന്നൊക്കെയാണ് ബയോസെൻട്രിക് മോഡലിൻ്റെ ആൾക്കാർ പറയുന്നത്. ഫങ്ഷണൽ മോഡലിൻ്റെ ആളുകൾ പറയുന്നത് കുട്ടിക്കാലത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിനും കഴിയാത്തവരായി അവരെ മാറ്റുന്നതിന് പകരം ആ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ നമ്മുടെ അവയവങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം പ്രവർത്തനരഹിതമാകുമ്പോൾ, ഏത് സാധനവും പ്രവർത്തനരഹിതമാകുമ്പോൾ അത് കൂടുതൽ മോശമാകുകയാണ് ചെയ്യുക. അത് നമ്മുടെ ഉപകരണങ്ങളടക്കം അങ്ങനെയാണ്. നമ്മളൊരു ഉപകരണം തീരെ ഉപയോഗിക്കാതിരുന്നാൽ അത് തുരുമ്പെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായതുകൊണ്ട് അത് തകരാറാകുന്നത് പോലെ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മളതിനെ തീരെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ആ പ്രശ്നം വലുതായി കൂടുതൽ വഷളാകുമെന്ന്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ഇത്തരം ചെറിയ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തുക വഴി, അവരെ എപ്പോഴും സജീവമാക്കുക വഴി, അവരുടെ ശരീരത്തെയും മനസ്സിനെയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ സജീവമായി നിലനിർത്തുക വഴി പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്ന ഒരു അപ്രോച്ചാണ്, ഒരു മോഡലാണ് ഫങ്ഷണൽ മോഡൽ. അതേ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് ഫോർ ചിൽഡ്രൻ വിത്ത് സെൻസറി പ്രോബ്ലംസ് ഓർ സെൻസറി ഇമ്പയർമെൻറ്റ്സ്. അഥവാ ഇന്ദ്രിയ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഇവിടെ ഒരു പ്രശ്നം നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള, അത് ഇന്ത്യയിലുള്ള പ്രൊവിഷൻസ് ആണോ ഇൻ്റർനാഷണൽ തലത്തിലുള്ള പ്രൊവിഷൻസ് ആണോ എന്നൊന്നും ചോദ്യത്തിലില്ല. അവിടെ അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള മിക്കവാറും നിയമങ്ങളും പദ്ധതികളൊക്കെ കാണുമ്പോൾ അധികവും ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻസ് എന്ന രീതിയിലാണ് പലതും നമ്മൾ കാണുന്നത്. ഈ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് നമ്മൾ ക്ലാസ് റൂമിൽ അധ്യാപകർ അവർക്ക് പ്രത്യേകമായി നൽകേണ്ട പരിഗണനയാണോ എന്നതും വ്യക്തമല്ല. അപ്പം നമ്മളതിനെ ഒരു ജനറലായിട്ടൊരു പാരഗ്രാഫ് ചോദ്യമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ സെൻസറി ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെട്ടു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കാഴ്ച, അതുപോലെ തന്നെ
പിന്നെ രുചി, അതുപോലെ നമ്മുടെ കേൾവി, അതുപോലെ തന്നെ നമ്മുടെ ടച്ച് ചെയ്യാനുള്ള കഴിവ് അഥവാ സ്പർശം, അതുപോലെ തന്നെ സ്മെല്ല്, ഇതൊക്കെയാണല്ലോ ശരിക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സാധാരണയായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻസറി പ്രോബ്ലം അഥവാ ഇന്ദ്രിയാനുഭവത്തിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് കാഴ്ച ഇല്ലാത്ത അവസ്ഥ, മറ്റൊന്ന് കേൾവിയില്ലാത്ത അവസ്ഥ, പിന്നൊന്ന് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ കൈകൾക്കൊന്നും സ്വാധീനമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ചിലപ്പം ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ കാഴ്ചയില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ കേൾവിയില്ലാത്ത അവസ്ഥ, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് എന്തൊക്കെ പ്രൊവിഷൻസാണ് ഉള്ളത് എന്ന്, അപ്പോൾ നമ്മളത് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് എന്ന രീതിയിലാണെങ്കിൽ ഗവൺമെൻറ് പലതരത്തിലുള്ള പദ്ധതികളിലൂടെ ഇപ്പം കാഴ്ചയില്ലാത്തവർക്കാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അത്തരം സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കുന്ന ഏജൻസികളുണ്ട്. അതുപോലെ അത്തരം സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ലാപ്ടോപ്പുകൾ ഗവൺമെൻറ് കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേൾവിശക്തിയില്ലാത്ത കുട്ടികൾക്ക് ആണെങ്കിൽ അവർക്ക് ഈ കേൾവിയുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ പാർഷ്യലി ഇമ്പയർഡൊക്കെ ആണെങ്കിൽ അവർക്ക് കേൾവിയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡിവൈസുകൾ, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായ പാസുകൾ, അതുപോലെ തന്നെ ഇവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഉപകരണങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാം. അതുപോലെ തന്നെ ഈ കാഴ്ച ശക്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾവി ശക്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊക്കെ നേരത്തെ കണ്ടെത്താനും അതിന് ചികിത്സിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ വാങ്ങണമെങ്കിൽ അതിനൊക്കെ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ പ്രൊവിഷൻസ് എന്ന് പറയും. ഇനി നമ്മൾ ക്ലാസ് റൂമിൽ അധ്യാപകർ കൊടുക്കേണ്ട പ്രൊവിഷൻസ് എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓരോരുത്തർ ഇപ്പം നമ്മളൊരു കണ്ണ് കാണാത്ത കുട്ടിയാണെങ്കിൽ ആ കണ്ണ് കാണാത്ത കുട്ടിക്ക് വേണ്ടി നമ്മൾ നോട്ടുകളൊക്കെ, ക്ലാസ്സിൽ കൊടുക്കുന്ന നോട്ടുകൾ അതെന്ത് ചെയ്യണം, അത് ഓഡിയോ ക്ലിപ്പുകളായിട്ട് അത്തരം കുട്ടികൾക്ക് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഗ്രാഫിക്കായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ അവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് എന്താണ് ആ ചിത്രമെന്നും ആ ചിത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളത് വാചികമായി പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് നല്ല കേൾക്കാനുള്ള ശക്തിയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ വിശദീകരിച്ച് നമ്മൾ ക്ലാസ്സിൽ പറയേണ്ടതുണ്ട്. അതുപോലെ ഈ കേൾവി ശക്തിയില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് കാഴ്ചയുണ്ടാവും, സ്വാഭാവികമായിട്ടും അവരൊക്കെ വിഷ്വലായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ അവർക്ക് കൂടുതൽ ചിത്രങ്ങൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ഉപയോഗിച്ചുമാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പിന്നെ ചിലപ്പോൾ കേൾവിശക്തി എന്ന് പറയുന്നത് പാർഷ്യലി ആയിട്ടുള്ള അഥവാ ഭാഗികമായ കേൾവിശക്തി കുറവുള്ളവരാണെങ്കിൽ അധ്യാപകർ അവരെ ഏറ്റവും മുമ്പിലത്തെ ബെഞ്ചിലിരുത്തുക, അപ്പോൾ അവർക്ക് പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഈ രീതിയിലാണ് ഈ സെൻസറി ഇമ്പയർമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സെൻസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചശക്തി ഇല്ലാത്തവരായി കഴിഞ്ഞാലും അതുപോലെ തന്നെ കേൾവിശക്തി ഇല്ലാത്തവരായി കഴിഞ്ഞാൽ ഇവരൊക്കെ അതിലെന്ത് ചെയ്തു, ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇമ്പയർമെൻറ്റിനെ കുറിച്ചും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഇമ്പയർമെൻറ്റ് അറിയുമ്പോൾ തന്നെ എന്തൊക്കെയായിരിക്കും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ടെക്നിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊവിഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമ്പയർമെൻറ്റിൽ നോക്കിയാൽ തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഓരോന്നും അറിയാമല്ലോ. ഇപ്പോൾ സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ആംഗ്യഭാഷയിലുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, കൂടുതൽ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെയാണ് അത്. അതുപോലെ തന്നെ അവരുടെ ചിലർക്ക് പിന്നെ ഈ കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ചില സാധനങ്ങൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി അത് അവരുടെ കൈ ഉപയോഗിച്ച് തൊട്ടുകൊണ്ട് പഠിപ്പിക്കേണ്ടി വരും.
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം സ്ലോ ലേണേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്ലോ ലേണേഴ്സിന് അവർ വളരെ മന്ദഗതിയിലായിരിക്കും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ വിശദീകരിക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വേറെ സമയമൊക്കെ കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ പല ഇമ്പയർമെൻറ്റുകളെക്കുറിച്ചും ചോദിക്കുമ്പോൾ ആ ഇമ്പയർമെൻറ്റിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു 2-3 ടെക്നിക്കുകൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ സെൻസറി ഇമ്പയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ഈ കാഴ്ചശക്തി ഇല്ലാത്തത്, അതുപോലെ തന്നെ കേൾവി ശക്തി ഇല്ലാത്തത്, അതുപോലെ തന്നെ ഈ സംസാരിക്കാൻ കഴിയാത്തത്, അത് മാത്രമല്ല ഈ സെൻസറിയിൽ ഇമ്പയർമെൻറ്റ് കുട്ടിക്കാലത്ത് ശരിയായ ഇന്ദ്രിയാനുഭവങ്ങൾ കിട്ടാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. അതും സെൻസറി ഇമ്പയർമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾക്ക് പല നിറങ്ങളെക്കുറിച്ചും അറിയില്ലായിരിക്കും. കാരണം കുട്ടിക്കാലത്ത് നിറങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ നിറങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, പിന്നെ അതുപോലെ തന്നെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒന്നുള്ള കുട്ടികൾക്ക് ശരിക്കും ചിത്രങ്ങളും അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുട്ടിക്കാലത്ത് ശരിയായ ഇന്ദ്രിയാനുഭവങ്ങൾ കിട്ടാതെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ മറ്റു കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് നമ്മൾ ഇത്തരം ഈ മോണ്ടിസോറി സ്കൂൾ ഉപയോഗിക്കുന്ന ഡിഡാക്റ്റിക് അപ്പാരച്ചസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പം ഒരു അക്ഷരം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കാർഡ്ബോർഡിൽ സാൻഡ് പേപ്പറിൽ അക്ഷരങ്ങൾ മുറിച്ചിട്ട് ആ അക്ഷരത്തിൻ്റെ മുകളിലൂടെ കൈകൾ ചലിപ്പിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട സെൻസറി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഇത്രയുമാണ് ഈ വാട്ട് ആർ ദ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ പീപ്പിൾ വിത്ത് സെൻസറി ചിൽഡ്രൻ വിത്ത് സെൻസറി പ്രോബ്ലംസ് എന്നിടത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. മറ്റൊരു പാരഗ്രാഫ് ചോദ്യമാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാർജിനലൈസ്ഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അഥവാ ഇന്ത്യയിൽ അധികവൽക്കരിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മളിത് ഇന്നലത്തെ നോളജ് ആൻഡ് കരിക്കുലം എന്ന പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, നിലവിലുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയേണ്ടത് എന്ന്. അപ്പോൾ നമ്മളതിനെ ഒരു ഇൻക്ലൂഷൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവഗണിക്കപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ അവർക്ക് വേണ്ടി പ്രത്യേകമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തയ്യാറാക്കാതെ, നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ സംസാരിച്ച ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷണൽ മൂവ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അവിടെ ശരിക്കും ഇൻക്ലൂഷൻ എന്ന ഒരു രീതിയിൽ നോക്കിക്കാണുമ്പോൾ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് ശരിക്കും അവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് വീണ്ടും അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അപ്പം അങ്ങനെ അവർക്ക് സമാന്തരമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പകരം അവരെ കൂടി മുഖ്യധാര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന കാഴ്ചപ്പാടാണ് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ ഇതുവരെയുള്ള ചർച്ചയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നിലവിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ലോകതലത്തിൽ തന്നെ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ പ്രചാരത്തിൽ വന്നു. നമ്മൾ വളരെ കൊട്ടും കൊരയുമായി ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെയധികം വാചാലരാകുന്നുണ്ട്. ഗവൺമെൻറ്റുകൾ പല പദ്ധതികളും അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻക്ലൂഷൻ നടക്കുന്നു എന്ന് വരുത്തി തീർക്കണം. അഥവാ നമ്മൾ കുറേ കുട്ടികൾ, ആദിവാസി കുട്ടികളെയും ദളിത് കുട്ടികളെയും അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ എന്തെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒന്നാമത്തെ ദിവസം പഠനോത്സവം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളൊക്കെ ഇത്രയും കുട്ടികൾ നമ്മുടെ സ്കൂൾ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഇൻക്ലൂഷനെ കുറിച്ചൊക്കെ നമ്മൾ വാചാലരാകും. എന്നാൽ ശരിയായ ഇൻക്ലൂഷൻ നടക്കുന്നില്ല. കാരണം ക്ലാസ് റൂമിൽ ശരിയായ ഇൻക്ലൂഷൻ നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷനും മൾട്ടി കൾച്ചറൽ ടീച്ചിങ് നടക്കണം. നമ്മുടെ കരിക്കുലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മുഖ്യധാര സമൂഹങ്ങളുടെ കലാരൂപങ്ങളും മുഖ്യധാര സമൂഹങ്ങളുടെ ചരിത്രവും മുഖ്യധാര സമൂഹങ്ങളുടെ വീരകഥകളും മാത്രമാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്, കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത്. ചരിത്രത്തിൽ നമ്മൾ വലിയ വലിയ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും അവരുടെ സൈന്യാധിപന്മാരുടെയും ചരിത്രം മാത്രമാണ് പറയുന്നത്. ഗ്ലോറിഫിക്കേഷനാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, വല്ലാതെ സുവർണവൽക്കരിക്കാൻ, അവരെ നമ്മൾ വല്ലാതെ വിഗ്രഹവൽക്കരിക്കാൻ.
എന്നാൽ അക്കാലത്ത് ജീവിച്ചിരുന്ന പാവപ്പെട്ട ആളുകളുടെ ചരിത്രം നമ്മൾ വളരെ അധികം ഒന്നും പഠിപ്പിക്കാറില്ല സാധാരണ. അപ്പോൾ അതുകൊണ്ട് കാരണം എപ്പോഴും നമ്മൾ ഈ സാംസ്കാരികമായി പിന്തള്ളപ്പെട്ട ആളുകളുടെ ചരിത്രം പഠിപ്പിക്കില്ല, അവരുടെ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കില്ല. അതുമാത്രമല്ല, അവരുടെ കലാരൂപങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ബോധനത്തിലോ അതുപോലെ കരിക്കുലത്തിലോ വരില്ല. മാത്രമല്ല, നമ്മൾ ഈ മൾട്ടി കൾച്ചറൽ ടീച്ചിങ് അഥവാ കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി എന്ന് പറഞ്ഞു, എത്ര അധ്യാപകർ അതിന് തയ്യാറാകും? അതൊരു ചോദ്യമാണ്. എത്ര അധ്യാപകർ അതിന് തയ്യാറാകുമെന്നുള്ള ചോദ്യമാണ്. ഒന്നാമത്, അധ്യാപകർക്ക് എന്താണ് മടിയാണ്. അവർക്ക് അവർ പഠിച്ച നോട്ട് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അവർ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള വ്യത്യസ്തരായ വിദ്യാർത്ഥികളുടെ ഡയലക്റ്റുകളെക്കുറിച്ച് പഠിക്കാനോ ഒന്നും അവരും തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ മൾട്ടി കൾച്ചറലിസത്തിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ ഈ അധസ്ഥിതരായ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോടുള്ള ഒരു അവജ്ഞ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ അത്തരം കുട്ടികളെ മാറ്റി നിർത്തുക, അത്തരം കുട്ടികളുടെ ഭാഷ ഉപയോഗിച്ച് അവരെ കളിയാക്കുക എന്നല്ലാതെ ആ ഭാഷ ഉപയോഗിച്ച് അവർക്കൊന്നും പഠിപ്പിക്കാനും നമ്മൾ എന്ത് ചെയ്യില്ല, തയ്യാറാകില്ല. അതുകൊണ്ട് ഇൻക്ലൂഷനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം വിഭാഗങ്ങളെ ശരിയായ രീതിയിൽ മുഖ്യധാരാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശരിയായ ഒരു ഇൻക്ലൂഷൻ നടക്കുന്നില്ല എന്ന രീതിയിലാണ് നിങ്ങൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതേണ്ടത്. ജസ്മില ഇവിടെ നേരത്തെ പോസ്റ്റ് ചെയ്തൊരു ചോദ്യമുണ്ട്, മൾട്ടി ഗ്രേഡ് ടീച്ചിങ്. അപ്പോൾ ഈ മൾട്ടി ഗ്രേഡ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരേ ടീച്ചർ തന്നെ ഒരേ കുട്ടികളെ വ്യത്യസ്ത സ്റ്റാൻഡേർഡുകളിൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വിഭാഗം കുട്ടികൾ 1-ാം ക്ലാസ്സിൽ വരുന്നു. 1-ാം ക്ലാസ്സിൽ ആ കുട്ടികളെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു. അതേ ടീച്ചർ തന്നെ 2-ാം ക്ലാസ്സിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതേ ടീച്ചർ തന്നെ 3-ാം ക്ലാസ്സിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതേ ടീച്ചർ തന്നെ 4-ാം ക്ലാസ്സിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു. UP സ്കൂളിലെത്തുമ്പോൾ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇങ്ങനെ വ്യത്യസ്ത സ്റ്റാൻഡേർഡുകളിൽ ഒരു ടീച്ചർ തന്നെ ഒരേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് രീതിയാണ് മൾട്ടി ഗ്രേഡ് ടീച്ചിങ് എന്ന് നിങ്ങൾക്കതിനെ നിർവചിക്കാം. ഇത് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ വിഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഫലപ്രദമാണ് എന്ന് ഒരു അഭിപ്രായം പലർക്കുമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ ഒരു വിഭിന്നശേഷിയുള്ളൊരു കുട്ടി, ആ കുട്ടിയെ നമ്മൾ 1-ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 2-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. അപ്പോൾ അവരുടെ ശരിയായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ആ വർഷം കഴിയുമ്പോഴേക്കും ഏകദേശം തുടക്കത്തിൽ അറിയില്ലെങ്കിലും വർഷം കഴിയുമ്പോഴേക്കും കൂടുതൽ അറിയാം. അപ്പോൾ അതേ ടീച്ചർ തന്നെ 2-ാം ക്ലാസ്സിൽ അതേ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർക്ക് എന്താണ് കുറച്ചുകൂടെ അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകമായി പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടി ഗ്രേഡ് ടീച്ചിങ് ഇൻക്ലൂഷനിൽ ഉപയോഗിക്കണം. അഥവാ വിഭിന്നശേഷിക്കാരായ കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ വരുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഇപ്പോൾ ചിലപ്പോൾ LP സ്കൂളിലൊക്കെ എല്ലാ വിഷയവും ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ UP സ്കൂളിലൊന്നും അത് നടക്കില്ല. കാരണം ഓരോന്നിനും ഓരോ ടീച്ചറായിരിക്കും. അപ്പോൾ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡായ ഒരു വിഭിന്നശേഷി ഉള്ള കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ ഒരു ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ 8-ാം ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് ടീച്ചർ തന്നെ 9-ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുക. 8-ാം ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ 9-ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കുമെന്ന കാഴ്ചപ്പാടിൽ നിന്ന് ആണ് മൾട്ടി ഗ്രേഡ് ടീച്ചിങ് ഇൻക്ലൂഷനിൽ കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. സോ മൾട്ടി ഗ്രേഡ് ടീച്ചിങ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് multi-grade teaching is the concept which tells that if a single teacher teaches the same students in different standards, it would be more effective in the case of inclusion. And this type of teaching or this concept of teaching is recommended
by most people in inclusive education because a teacher can know about different problems of differently abled children by the end of an academic year. So, if he or she himself or herself teaches the same student in the next standard, he or she can adapt some uh, special strategies for teaching such students in the coming academic year. So, in the next level of education or in the next standard, uh, in the next standard. So this is there is a question is posted here, community-based education, and this is just like multicultural teaching. Community-based education or community-based teaching is integrating the items taught in the classroom with the items, I mean the cultural elements, language, history, and such things of the community where the school exists. അഥവാ ഒരു സ്കൂൾ നിലനിൽക്കുന്ന, വിദ്യാഭ്യാസ സ്ഥാപനം നിലനിൽക്കുന്ന ആ ഒരു സ്ഥലത്തുള്ള, ആ ലൊക്കാലിറ്റിയിലുള്ള സമുദായവുമായി സമൂഹവുമായി ബന്ധപ്പെട്ട ചരിത്രം, ഭാഷ, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, ആഘോഷങ്ങൾ തുടങ്ങിയവ ക്ലാസ് റൂമിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് കൊണ്ട് നൽകുന്ന വിദ്യാഭ്യാസത്തെയാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ചിലപ്പോൾ കരിക്കുലത്തിൽ നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് പറയും. സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആയുധങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സിലബസിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് ചില പ്രത്യേകമായ ആയുധങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. എന്നാൽ ആ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ വരുന്ന കമ്മ്യൂണിറ്റിയിൽ അതല്ലാത്ത മറ്റായുധങ്ങളുണ്ടാവും. അപ്പോൾ ആ ആയുധങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ അതും ഒരു സംസ്കാരത്തിൻ്റെ ഉടലെടുക്കലാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുകൂടി നമ്മളുടെ പഠിപ്പിക്കലിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അതാണ് കമ്മ്യൂണിറ്റി. നമ്മൾ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒക്കെ നമ്മൾ അതുപോലെ കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗിയൊക്കെ പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ വരുന്ന പ്രദേശത്തെ സംസ്കാരം. അപ്പോൾ കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി എന്നെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ ഒരു തിയറി പഠിപ്പിക്കുമ്പോൾ, ഒരു സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ ആ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഈ കുട്ടികൾ വരുന്ന ആ സ്കൂൾ നിലനിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ പഠിപ്പിക്കലിൻ്റെ കൂടെ ചേർക്കുക, സമന്വയിപ്പിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് ഉള്ള ഒരു ബോധന രീതി, അങ്ങനെ വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എഡ്യൂക്കേഷൻ ഈസ് ഫോർ മേക്കിംഗ് ദ സ്റ്റുഡൻസ് lead a meaningful life in the community or society to which they belong. So if we are giving some education to our students, they should be able to lead a meaningful life in the society. So that is something important. And see, if they are not able to lead a meaningful life in the society, then the education which we are giving to them is something useless. ദാറ്റ് ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ കനവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ കനവിൽ കുട്ടികളെ തേൻ ശേഖരിക്കാൻ വേണ്ടി അവർ പോകുന്നു. അപ്പോൾ തേൻ എങ്ങനെ ശേഖരിക്കണമെന്ന് അവർക്ക് അറിയണം. അവർ ഈ തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള തിയറി അവിടെ പഠിക്കും, സ്കൂളിൽ പഠിക്കും. തേനീച്ച എങ്ങനെയാണ് തേൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. പക്ഷെ തേനീച്ച എങ്ങനെയാണ് തേൻ ഉണ്ടാക്കുന്നത് എന്നവർ അറിയണം, അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ തേനീച്ച എങ്ങനെയാണ് തേൻ ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ സമൂഹത്തിലേക്ക് അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് തേൻ സംഭരിക്കാൻ പോകാൻ കഴിയില്ല. അപ്പോൾ തേനീച്ച തേൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത്തരം കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ തേൻ എങ്ങനെയാണ് കാട്ടിൽ നിന്നും സംഭരിക്കുന്നത് എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിപ്പിക്കേണ്ടി വരും.
അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഈ ആയോധന മുറകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ആയോധന മുറകളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളതിൽ ചിലപ്പം പലതരത്തിലുള്ള വാൾപ്പായറ്റ്, ഫെൻസിങ് അങ്ങനെയൊക്കെ പഠിപ്പിക്കും. എന്നാൽ കളരി എന്നതിനെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കണമെന്നില്ല. അപ്പോൾ കളരിയിൽ മർമ്മവിദ്യയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മർമ്മവിദ്യയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. മർമ്മവിദ്യയൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് കുട്ടികൾക്ക് നമ്മളതൊക്കെ എന്ത് ചെയ്യും, പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾ വരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം നിലനിൽക്കുന്ന ആ സമൂഹത്തിൽ, ആ സമുദായത്തിൽ, അതിൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സാംസ്കാരിക വശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിപ്പിക്കുക. ഇതേ ചോദ്യപേപ്പറിൽ ഉള്ള മറ്റൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ എലമെൻറ്റ്സ് ടു ബി ഹൈലൈറ്റഡ് വെൻ ടീച്ചിങ് എബൌട്ട് HIV affected people. അപ്പോൾ HIV AIDS ബാധിച്ച ആളുകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട, പ്രാമുഖ്യം കൊടുക്കേണ്ട, എടുത്തു കാണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ HIV ബാധിച്ച മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എയ്ഡ്സിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻക്ലൂഷനുമായി ബന്ധിപ്പിക്കണം. പലപ്പോഴും ഈ HIV ബാധിച്ച മാതാപിതാക്കളുടെ കുട്ടികൾ സാധാരണ മുഖ്യധാര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് വരാൻ ആളുകൾ സമ്മതിക്കാറില്ല. അപ്പം അതിൻ്റെ ഒരു കാരണം എയ്ഡ്സിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ആ കുട്ടികൾ തങ്ങളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് എയ്ഡ്സ് ബാധിക്കുമെന്ന് കുട്ടികളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്, അവർക്ക് അറിയാത്തത് കൊണ്ട് ആ കുട്ടികളുടെ മാതാപിതാക്കളും എന്തെയും കരുതും. അപ്പം അങ്ങനെ ആകുമ്പം HIV എയ്ഡ്സ് ബാധിച്ച മാതാപിതാക്കളുടെ കുട്ടികൾ അവരുടെ കൂടെ തങ്ങളുടെ മക്കളെ ഇരുത്താനൊന്നും സാധാരണ മാതാപിതാക്കൾ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് HIV എയ്ഡ്സ് ബാധിതരായ ആളുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ HIV എയ്ഡ്സിനെ കുറിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടുതലായി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുത്തു കാണിക്കേണ്ടത്. അപ്പം അതിൽ HIV എയ്ഡ്സ് എന്ന് പറയുന്നത് മറ്റ് രോഗങ്ങളെപ്പോലെ സാധാരണ ആളുകളുമായി ഇടപെടുന്നതിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ നമ്മൾ ഒരു HIV എയ്ഡ്സ് ബാധിച്ച ഒരു രോഗിയെ തൊടുന്നതിലൂടെയൊന്നും പകരുന്ന രോഗമല്ല. അപ്പോൾ ജലദോഷമൊക്കെ പകരുന്നത് പോലെ അവരുടെ അടുത്തിരുന്നാൽ പകരുന്ന രോഗമല്ല. അത് ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലൂടെയും അതുപോലെ തന്നെ അവരുടെ അത്തരം ആളുകളുടെ രക്തം നമ്മളുടെ രക്തധമനികളിലേക്ക് കയറുന്നതിലൂടെയും ഒക്കെയാണത് പകരുന്നത്. ഒരിക്കലും ഒരു സാധാരണ സമ്പർക്കത്തിലൂടെ ഈ എയ്ഡ്സ് പകരില്ല എന്ന ഒരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ HIV ബാധിച്ച ആളുകൾ എല്ലാവരെയും നമ്മൾ മോശമായി കാണേണ്ട ആവശ്യമില്ല. കാരണം ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമല്ല, അഥവാ അനാരോഗ്യകരമായ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു വ്യഭിചാരം എന്ന രീതിയിൽ നടത്തപ്പെട്ട ഒരു ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല HIV പകരുന്നത്. മറിച്ച് ഇപ്പം ഒരു നല്ല മനുഷ്യൻ, അയാൾ ഒരു തരത്തിലുള്ള ലൈംഗികമായ ആഭാസത്തിനും നിൽക്കാത്ത ആളാണ്, ഒരു അന്യ സ്ത്രീയുമായി ബന്ധപ്പെടാത്ത ആളാണ്, പക്ഷെ അയാൾക്ക് എയ്ഡ്സ് ബാധിക്കാം. ചിലപ്പോൾ അയാൾക്കൊരു അസുഖം വന്നു, അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ നിന്ന് അയാൾക്ക് ബ്ലഡ് കയറ്റേണ്ട ആവശ്യം വന്നു. അപ്പോൾ ആ ബ്ലഡ് കയറ്റുമ്പോൾ ബ്ലഡ് ബാങ്കിലേക്ക് വന്ന ബ്ലഡ് ഒരു എയ്ഡ്സ് രോഗിയുടേതായിരുന്നു. ആ രക്തം തൻ്റെ രക്തത്തോടു കൂടി അലിഞ്ഞു ചേർന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിച്ചു. അപ്പം ഇങ്ങനെയും എയ്ഡ്സ് ബാധിക്കാമെന്ന് ജനങ്ങൾക്കറിയണം. അങ്ങനെ അറിയുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും എയ്ഡ്സ് ബാധിച്ച എല്ലാവരെയും അകറ്റി നിർത്താൻ ശ്രമിക്കില്ല. അപ്പോൾ അത്തരം ആളുകളുടെ കുട്ടികൾ തങ്ങളുടെ കുട്ടികളുടെ കൂടെ പഠിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എയ്ഡ്സുമായി ബന്ധപ്പെട്ട, അത് സാധാരണ സമ്പർക്കം മൂലം പകരുന്ന രോഗമല്ല, അവിടെ അടുത്തിരുന്നാലൊന്നും പകരില്ല. അതുമാത്രമല്ല, എല്ലാ എയ്ഡ്സ് രോഗികളും മോശം പ്രവർത്തനത്തിലൂടെ എയ്ഡ്സ് ബാധിച്ചവരൊന്നല്ല, എല്ലാവരും സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടവരൊന്നുമല്ല, അവരുടെ കൂടെ കൂടിക്കലരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന ആ ഒരു കാര്യങ്ങൾ
നമ്മൾ എടുത്തു കാണിച്ചുകൊണ്ട് HIV എയ്ഡ്സിനെ കുറിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരം ആളുകളുടെ കുട്ടികൾ ചിലപ്പോൾ അവർക്ക് എയ്ഡ്സ് ബാധിക്കുന്നതിന് മുമ്പ് ഉണ്ടായ കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം കുട്ടികൾ ഒരു പ്രശ്നമില്ല, അത്തരം കുട്ടികളെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന ഒരു തോന്നൽ സാധാരണക്കാരായ മാതാപിതാക്കളുടെ ഇടയിലും കുട്ടികളുടെയൊക്കെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ HIV എയ്ഡ്സിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതുവഴി നമുക്ക് അത്തരം ആളുകളുടെ കുട്ടികളെ കൂടി നമ്മുടെ മുഖ്യധാരാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ വളരെ കൂടുതൽ ഫലപ്രദവും അത് ശരിയായ അർത്ഥത്തിലുമാക്കി തീർക്കാൻ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് അഥവാ ഹോൾ കമ്മ്യൂണിറ്റി അപ്രോച്ചും പിന്നെ അല്ലാതെ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ രണ്ടും വ്യത്യസ്തമായി കിടക്കുന്നതാണോ? ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നതും കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എടുക്കുന്ന പാഠഭാഗങ്ങൾ കൂടുതൽ കമ്മ്യൂണിറ്റിയായി കൂടി കണക്ട് ചെയ്തെടുക്കുന്ന രീതി എന്നുള്ളതൊരു എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുമ്പം സാറിൻ്റെ നോട്ടിൽ തന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റിയുടെ കൂടി ഉത്തരവാദിത്തമാണ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസസ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് അപ്രോച്ച് വായിച്ചിട്ട് മനസ്സിലായത്. അപ്പോൾ ഈ രണ്ട് സാധനവും രണ്ട് കൺസെപ്റ്റാണോ, അല്ലെങ്കിൽ രണ്ടും കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമ്മൾ റോൾ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് എടുക്കുമ്പോൾ കമ്മ്യൂണിറ്റി കൂടി അതിൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതുമായി നമ്മൾ ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം. അപ്പോൾ സ്വാഭാവികമായും ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ലീഡേഴ്സിൻ്റെയും മറ്റും സഹായം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തേടേണ്ടി വരും. അപ്പം ആ രീതിയിൽ പറയുമ്പോൾ ടീച്ചർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, ടീച്ചറെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ സ്കൂളിനെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട സമുദായവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ട് എന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടത്. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷനും കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ഓഫ് എഡ്യൂക്കേഷനും ഒന്ന് തന്നെയാണ്. അതിത്രേ ഉള്ളൂ. അപ്രോച്ച് എന്ന് പറയുന്നത് സമീപനമാണ്. അഥവാ ഇങ്ങനെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കേണ്ടത് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. അത്തരമൊരു സമീപന രീതി ചില ആളുകൾ സ്വീകരിക്കുന്നു. ഈ സമീപന രീതിയെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് സമീപന രീതി എന്ന് പറയുന്നു. അങ്ങനെയുള്ള സമീപന രീതി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത്തരമൊരു വിദ്യാഭ്യാസത്തെ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ടേമിലുള്ള വ്യത്യാസം മാത്രമാണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ സോഹിനി പറഞ്ഞ ഈ പോയിൻ്റ്, കാരണം കമ്മ്യൂണിറ്റിയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഷൻ നടത്തേണ്ടത്. കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നമ്മൾ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് മാത്രമല്ല, അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ആ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർക്കത് പ്രാക്ടിക്കലായി മാറുന്നത്, പ്രായോഗികമായി മാറുന്നത് എന്നതാണല്ലോ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ സ്വാഭാവികമായും ടീച്ചർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ കൂടി പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ അത് രണ്ടും കൂടി ഹോൾ കമ്മ്യൂണിറ്റി അപ്രോച്ച്. അപ്പോൾ ഹോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ മാത്രം പരിഗണിക്കരുത്. ഇപ്പോൾ കമ്മ്യൂണിറ്റി അപ്രോച്ച് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്. അഥവാ ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരു ഡൊമിനൻസ് ഉള്ള ആധിപത്യമുള്ള ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ മാത്രം കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം ആ സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളുടെയും സാമുദായിക പശ്ചാത്തലങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാം. ഹോൾ കമ്മ്യൂണിറ്റി അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഈ ഇൻക്ലൂഷനുമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ കുട്ടികൾ വരുന്ന കമ്മ്യൂണിറ്റികളിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നല്ല സ്വാധീനമുള്ള ഒരു പ്രമുഖനെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം മാത്രം തേടരുത്, അദ്ദേഹത്തോട് മാത്രം അഭിപ്രായം തേടരുത്. ചിലപ്പം അവിടെ ഉള്ള ഈ സാധാരണ അവഗണിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റികളുണ്ടാവും. അത്തരം കമ്മ്യൂണിറ്റികളുടെ നേതാക്കന്മാർക്ക് അവരുടെ ആ സമൂഹത്തിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, വലിയ പ്രാധാന്യമൊന്നും ഉണ്ടല്ലോ. പക്ഷേ അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകന്മാർ അത്തരം ആളുകളെ കൂടി എന്ത് ചെയ്യണം,
അത്തരം ആളുകളുടെ സേവനം കൂടി തേടണം, അതുകൂടി ഉപയോഗപ്പെടുത്തണം. അതാണ് ഹോൾ കമ്മ്യൂണിറ്റി അപ്രോച്ച്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മാത്രം കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം എല്ലാ കമ്മ്യൂണിറ്റികളുടെയും കാര്യങ്ങൾ ഇതുമായി ബന്ധിപ്പിക്കണം എന്ന ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് അതിനെ ഹോൾ കമ്മ്യൂണിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. പോസ്റ്റിംഗ് സച്ച് എ സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ, അത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം ഇവിടെ ഈ സമയത്ത് അവസരോചിതമായി ഉന്നയിച്ചതിൽ സോനിക്ക് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സോ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ റോൾ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് റിസോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ചോദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ആരാണ് റിസോഴ്സ് ടീച്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളെ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആവശ്യമായ തരത്തിലുള്ള ബോധന പ്രക്രിയകളും ബോധന രീതികളൊക്കെ എന്തൊക്കെയാണ് എന്ന പരിശീലനം ലഭിച്ചിട്ടുള്ള അഥവാ പ്രത്യേകമായിട്ടുള്ള BEd കോഴ്സുകൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ് റിസോഴ്സ് ടീച്ചേഴ്സ്. അപ്പോൾ അവരെ റിസോഴ്സ് ടീച്ചർ എന്ന് വിളിക്കുന്നത്, ഇപ്പോൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് സാധാരണ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണ വിദ്യാലയങ്ങളിലാണ് നടത്തപ്പെടുക. അപ്പോൾ അവിടെയുള്ള 90-99% അധ്യാപകരും സാധാരണ BEd കോളേജുകളിൽ പഠിച്ച അല്ലെങ്കിൽ സാധാരണ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളിൽ പഠിച്ച അധ്യാപകരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് പോലെ ഇത്രയും വിശാലമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പണ്ടൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് BEd സിലബസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ പോലും അതിൻ്റെ കുറേ തിയറികളും അതെന്തൊക്കെയാണ് എന്ന് പഠിക്കുന്നു എന്നല്ലാതെ നേരിട്ട് അത്തരം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടീച്ചിങ് പ്രാക്ടീസ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സാധാരണ അധ്യാപകർക്ക് ഇത്തരം കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്ന കാര്യത്തിൽ ഒരു വലിയ അറിവുണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു റിസോഴ്സ് ആവശ്യമാണ്. നമ്മൾ സാധാരണ ഒരു റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പം ഈ ക്ലസ്റ്ററുകളിലൊക്കെ പുതിയ ടീച്ചിങ് മെത്തഡോളജിയൊക്കെ വരുമ്പോൾ ആ ടീച്ചിങ് മെത്തഡോളജിയെക്കുറിച്ച് എല്ലാവർക്കൊന്നും വലിയ അവഗാഹം ഉണ്ടാവില്ല. അപ്പോൾ അത് അവഗാഹമില്ലാത്ത അധ്യാപകർക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കാവുന്ന അധ്യാപകരെയാണ് നമ്മൾ റിസോഴ്സ് പേഴ്സൺസ് എന്ന് പറയാം. അപ്പോൾ ഇൻക്ലൂഷൻ്റെ കാര്യത്തിൽ റിസോഴ്സ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്തുമ്പോൾ വിദ്യാലയങ്ങളിലുള്ള സാധാരണ അധ്യാപകർക്ക് ഇത്തരം വിദ്യാർത്ഥികളുമായി ഇടപഴകേണ്ടി വരുമ്പോൾ, അത്തരം വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് അവസരോചിതമായി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിയമിക്കപ്പെടുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരെയാണ് റിസോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താണ്? ശരിക്കും ഒരിക്കലും പഠിപ്പിക്കണമെന്നില്ല. കാരണം അവർക്കിപ്പോൾ ഒരു സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. അപ്പോൾ അവരെ വേറെ തന്നെ ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ചതിനാൽ ഇൻക്ലൂഷൻ അല്ലാതായി മാറും. അത് മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് സാധാരണ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. കാരണം അവർ ഈ സ്പെഷ്യൽ വിദ്യാഭ്യാസ പരിശീലനം ലഭിച്ചതുകൊണ്ട് അത്തരം കുട്ടികളെ ഹാൻഡിൽ ചെയ്ത കഴിവ് അവർക്കുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും 90% സാധാരണ കുട്ടികളും അതുപോലെ തന്നെ ഒരു 10% വിഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള ഒരു ക്ലാസ്സിലേക്ക് അവർക്ക് നേരിട്ട് പഠിപ്പിക്കാൻ പോകാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ അവരുടെ ദൗത്യം എന്താണ്? അപ്പോൾ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഓരോ പ്രത്യേകമായ വിഭിന്നശേഷിയുള്ള കുട്ടികൾ ഓരോ ക്ലാസ്സിലും വരുമ്പോൾ അത്തരം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഓരോരുത്തരുടെയും പ്രത്യേകതയ്ക്കനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ആ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന ഉപദേശം നൽകുക. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കേൾവി കുറഞ്ഞ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിലുള്ള അധ്യാപകർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ തന്നെ ഈ റിസോഴ്സ് ടീച്ചർക്ക് ഉപദേശം നൽകാം. ഒന്നത്. രണ്ടാമത്തത്, അത്തരം കുട്ടികൾക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ നൽകണമെന്ന് ഉള്ള ഒരു പ്രൊപ്പോസൽ ഇത്തരം അധ്യാപകർക്ക് ഹെഡ് മാസ്റ്റർക്കും അതുപോലെ തന്നെ സ്കൂൾ അതോറിറ്റിക്കും കൊടുക്കാം. ഇപ്പം ഒരു കണ്ണ് കാണാത്ത കുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കണ്ണ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസുകൾ എന്താണ്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ
പറഞ്ഞു കൊടുക്കുക, അത്തരം സോഫ്റ്റ്വെയറുകൾ എവിടെ ലഭിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക, അത് വാങ്ങാനുള്ള പിന്നെ പ്രൊപ്പോസൽ കൊടുക്കുക. ഇതൊക്കെ റിസോഴ്സ് ടീച്ചറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില പ്രത്യേക പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സാധാരണ അധ്യാപകർ എന്ത് ചെയ്യണം? ഈ റിസോഴ്സ് ടീച്ചേഴ്സിനെ കൺസൾട്ട് ചെയ്യണം. അവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നൊക്കെ കൺസൾട്ട് ചെയ്യുക. അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു മടിയും കൂടാതെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ പിന്നെ സംശയങ്ങൾക്കുള്ള നിവാരണം നടത്തുകയൊക്കെ ചെയ്യേണ്ടത് ആരാണ്? റിസോഴ്സ് ടീച്ചറാണ്. അതുപോലെ തന്നെ ഈ പിന്നെ ഇത്തരം കുട്ടികളുടെ മാത്രം PTA മീറ്റിംഗ് ചിലപ്പം വിളിക്കേണ്ടി വരും. അഥവാ ഈ പിന്നെ വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രഹസ്യമായിട്ട് മറ്റുള്ളവരറിയാതെ അത്തരം കുട്ടികളുടെ പാരൻസിനെ ഏതെങ്കിലും ഒഴിവ് ദിവസമൊക്കെ വിളിച്ചിട്ട് PTA മീറ്റിങ്ങുകളൊക്കെ നടത്തേണ്ടി വരും. അത്തരം മീറ്റിങ്ങുകളിൽ അവർക്ക് ആ പാരൻസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ അവിടെ ഹെഡ് മാസ്റ്ററും മറ്റ് അധ്യാപകരും ഈ റിസോഴ്സ് ടീച്ചർ ആരടാ എന്നൊന്നും ചോദിക്കരുത്. അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം മുഖ്യപ്രഭാഷണം നടത്തുന്നതും കാര്യങ്ങളുടെ നിർദ്ദേശം കൊടുക്കുന്നതും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പ്രിൻസിപ്പാളല്ല, മറിച്ച് ആരാണ്? റിസോഴ്സ് ടീച്ചറായിരിക്കണം. അപ്പോൾ ആ മാതാപിതാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും മറ്റും എന്തായിരിക്കണം? റിസോഴ്സ് ടീച്ചറായിരിക്കണം. അതുപോലെ തന്നെ ഇത്തരം കുട്ടികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഫലപ്രദമായ ടെക്നിക്കുകളെക്കുറിച്ചും മറ്റുമൊക്കെ എന്ത് ചെയ്യാം? സാധാരണ അധ്യാപകർക്ക് ഈ റിസോഴ്സ് ടീച്ചേഴ്സിനെ കണ്ട് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് അവരുടെ സഹായം കൂടി എന്ത് ചെയ്യാം? തേടുകയും ചെയ്യാം. അതുപോലെ ഇത്തരം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ കൗൺസിൽ ചെയ്യേണ്ട സമയത്ത് അത് ഈ റിസോഴ്സ് ടീച്ചേഴ്സിനെ ഉപയോഗിച്ചിട്ട് അവർക്ക് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം? കൗൺസിൽ ചെയ്യാം. കൂടുതൽ അവർക്ക് കാരണം എല്ലാ റിസോഴ്സ് ടീച്ചേഴ്സും ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ഒന്നല്ല. റിസോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനം കിട്ടുന്നവരാണ്. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ കൊച്ചു മാനസിക പ്രശ്നങ്ങളും മറ്റൊക്കെ അവർക്ക് ചിലപ്പോൾ കൗൺസിൽ ചെയ്യാം. എന്നാൽ കുറച്ചു കൂടെ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത്തരം കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ എവിടെ കൊണ്ടുപോകണം, ഏത് തരത്തിലുള്ള കൗൺസിലിംഗാണ് അവർക്ക് നൽകേണ്ടത്, ഗവൺമെൻറ് തലത്തിൽ തന്നെ അങ്ങനെയുള്ള സൗജന്യമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന പിന്നെ പ്രൊവിഷൻസ് ഉണ്ടോ എന്നൊക്കെ സ്കൂൾ അതോറിറ്റിക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ ആരാണ്? റിസോഴ്സ് ടീച്ചേഴ്സാണ്. അപ്പോൾ റിസോഴ്സ് ടീച്ചേഴ്സ് ശരിക്കും ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒരു ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ റിസോഴ്സ് ടീച്ചേഴ്സ് ഒരു നോർമൽ ടീച്ചിങ് അവർ നടത്തില്ല. മറിച്ച് ഇത്തരം കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപദേശം നൽകുക, അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുക, പിന്നെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക. ഇതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? റിസോഴ്സ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. There is an essay question in this question paper. Who is a slow learner? Explain the characteristics of slow learner. How would you create a learning atmosphere for catering the needs of slow learners? ആരാണ് ഒരു സ്ലോ ലേണർ? എന്തൊക്കെയാണ് ഒരു സ്ലോ ലേണറുടെ പ്രത്യേകതകൾ? സ്ലോ ലേണേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യുക എന്നൊരു എസ്സേ ചോദ്യം. ഇപ്പോൾ ഒരു സ്ലോ ലേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനഃപ്പാഠമാക്കുന്ന കാര്യത്തിലും അതുപോലെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എത്ര പറഞ്ഞാലും ഗ്രഹിച്ചെടുക്കുന്ന കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ അഥവാ വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനും പെട്ടെന്നൊന്നും സാധിക്കാത്ത കുട്ടികളെയാണ് നമ്മൾ സ്ലോ ലേണർ എന്ന് പറയുന്നത്. സോ സ്ലോ ലേണേഴ്സ് ആർ സം ലേണേഴ്സ് who show very poor memory, then lack of ability to grasp learning items,
an inability to analyze things, compare things, interpret items. അവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ആ ഡെഫിനിഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ദ ഫീച്ചേഴ്സ് ഓഫ് സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് വളരെ പരിതാപകരമായ ഓർമ്മശക്തി, മറ്റൊന്ന് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയാൽ അവർക്കത് സ്വീകരിക്കാൻ കഴിയില്ല, അവരാകെ കൺഫ്യൂസ്ഡ് ആവും, അഥവാ മൊത്തത്തിൽ അവർക്കൊരുതരം ആശയക്കുഴപ്പമുണ്ടാകും. അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ, എത്ര പറഞ്ഞാലും കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ. വായിച്ചാൽ ഒരു കാര്യം തന്നെ, ഒരേ പാരഗ്രാഫ് തന്നെ 4, 5, 6 പ്രാവശ്യം വായിച്ചാലും അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് അപക്വമായിട്ടായിരിക്കും ഇടപഴകുക. ശരിക്കും സംസാരിക്കാൻ സാധിക്കില്ല, കാര്യങ്ങളൊന്നും ശരിക്കും പറയാൻ കഴിയില്ല, ആളുകളോട് ശരിയായ രീതിയിൽ പെരുമാറാൻ സാധിക്കില്ല. അതുപോലെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ടാവില്ല സ്ലോ ലേണേഴ്സിന്. കാരണം ആ ഒരു ഓർമ്മശക്തി തന്നെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ വിശാലമായി ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു ലോങ് ടേം ഗോൾസ് അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം ഉണ്ടാകില്ല. ഒരിക്കലും അവർക്ക് അവരെക്കുറിച്ച് തന്നെ എപ്പോഴും അവർക്ക് എന്തായിരിക്കും, ഒരു പുച്ഛമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ലോ ലേണറുടെ സവിശേഷതകൾ. അപ്പോൾ ഈ സവിശേഷത ഇപ്പോൾ എസ്സേ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓരോന്നിനും ചെറിയ ചെറിയ വിശദീകരണം കൊടുക്കുക. പിന്നെ ഇത്തരം കുട്ടികൾക്ക് എന്തൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകമായി എന്തൊക്കെ ചെയ്യും എന്ന ഒരു ഭാഗം കൂടി ഈ ചോദ്യത്തിലുണ്ട്. അവിടെ നിങ്ങൾ ബി എഡിലൊക്കെ പഠിച്ച പലതും എന്ത് ചെയ്യണം, സമയത്ത് ഓർക്കണം. ഇപ്പം മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവർക്കുണ്ട്. വളരെ പരിതാപകരമായ ഒരു ഓർമ്മശക്തിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ട്രിക്കുകൾ, ചില തന്ത്രങ്ങൾ ഉപയോഗിക്കാം. ന്യൂമോണിക്സ് എന്നാണ് അതിന് പറയാം. അപ്പോൾ ഇത്തരം കുട്ടികൾ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ ഇത്തരം ന്യൂമോണിക്സ് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അത് ഇങ്ങനെ കുറേ ന്യൂമോണിക്സ് ഉണ്ട്, ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവുകയല്ല വേണ്ടത്. നിങ്ങൾ തന്നെ അവരുടെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂമോണിക്സ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുക, അതവർക്ക് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം പാട്ട്, ചിലപ്പോൾ അവർ ഇങ്ങനെ ഓർമ്മശക്തി കുറവാണെങ്കിലും ഇവർക്ക് പാട്ട് ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ അവർ കേൾക്കുന്ന പാട്ടുകളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് പഠിക്കും. അത് ഓർമ്മിച്ച് വെക്കുന്ന കാര്യത്തിൽ അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു പാട്ടാക്കി പാരഡിയാക്കിയിട്ട്, അതൊരു ന്യൂമോണിക്കാണ്, പാരഡിയാക്കിയിട്ട് പഠിക്കാൻ പറയാം. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ചിലപ്പം ചില കുട്ടികൾക്ക് ഈ സാധനങ്ങൾ വലിയ ലോങ് സെൻറ്റൻസ് വരുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോഴായിരിക്കും ഓർമ്മിക്കാൻ പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അത് പാട്ടാക്കിയിട്ട് ഉപയോഗിക്കുന്ന ന്യൂമോണിക് ഉണ്ടല്ലോ, അത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ, ന്യൂമോണിക്സ് ഉപയോഗിക്കാൻ അധ്യാപകർ എന്ത് ചെയ്യണം അവർക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ നിങ്ങളത് എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇത്തരം വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടി പലതരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഒന്നാമതായിട്ട് ഞാൻ അവരുടെ ഓർമ്മശക്തി കുറവായതുകൊണ്ട് ന്യൂമോണിക്സ് അഥവാ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഒരേ സമയത്ത് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആശയക്കുഴപ്പത്തിലാവും. അപ്പോൾ ആദ്യം കൊടുത്ത നിർദ്ദേശം അടുത്ത നിർദ്ദേശം ആകുമ്പോഴേക്കും ആദ്യം കൊടുത്ത നിർദ്ദേശം എന്താകും, അവർ മറന്നുപോകും. അപ്പം അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് നിങ്ങൾ ഒരു സമയത്ത് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ 2 നിർദ്ദേശം, അതിൽ കൂടുതൽ നിർദ്ദേശം കൊടുക്കരുത്. അപ്പം ശ്രദ്ധിക്കാം, ഒരു സമയത്ത് ഒരു നിർദ്ദേശം മാത്രം കൊടുക്കാം. എന്ത് ചെയ്യരുത്, 2-3 നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നിച്ച് കൊടുക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഒരു പാസേജ് വായിക്കണം. എന്നിട്ട് ആ പാസേജ് വായിച്ചതിന് ശേഷം അതിൻ്റെ താഴെ കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് വീണ്ടും ആ പാസേജ് വായിക്കണം. എന്നിട്ട് ആ ചോദ്യങ്ങൾ വായിച്ചിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം നൽകണം. ഇത്തരം ഒരു ആക്ടിവിറ്റി നിങ്ങൾ ക്ലാസ്സിൽ കൊടുക്കണം. അപ്പോൾ പൊതുവായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് തന്നെ സോറി, അതിനിടയിൽ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് അതവിടെ ഡിലേ ആയതാണ്. അതിൻ്റെ അവശേഷിക്കുന്ന പാസേജ് വായിച്ച് പിന്നീട് അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾ വായിച്ച് അതിനുശേഷം വീണ്ടും പാസേജ് വായിച്ച് വീണ്ടും ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നിടത്ത് ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് ആദ്യം നിങ്ങൾ അവരുടെ അടുത്ത് പോയി അവരോട് പാസേജ് വായിക്കാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ അവർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ആദ്യം എല്ലാവരും ഈ പാസേജ് വായിക്കൂ എന്ന് പറയാം. പിന്നെ അവർ വായിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞാൽ എന്നാൽ ഇനി എല്ലാവരും അതിൻ്റെ തൊട്ട് താഴെയുള്ള ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞാൽ വീണ്ടും പാരഗ്രാഫ് വായിക്കാൻ പറയാം. എന്നിട്ട് വീണ്ടും ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരം കണ്ടു. അങ്ങനെ എന്ത് ചെയ്യുക, ഒരേ സമയത്ത് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ 2 നിർദ്ദേശം മാത്രം കൊടുക്കുക. പിന്നെ ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞത് ഒരു 2-3 പ്രാവശ്യം ആവർത്തിക്കുക. അതുമാത്രമല്ല, വാചകങ്ങൾ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് ലഘുവായിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും കുട്ടികളെ നല്ല ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ചില സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഭാഷയിൽ എന്ത് ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ നാടൻ ഭാഷയിലേക്കൊക്കെ എന്ത് ചെയ്യുക, മാറ്റുക. പിന്നെ പറഞ്ഞത് ഒരു 2-3 പ്രാവശ്യം ആവർത്തിക്കുക. ചിലപ്പോൾ ഒരു 5-8 പ്രാവശ്യമൊക്കെ ആവർത്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആവർത്തിച്ച് പറയുക. അതുപോലെ തന്നെ ഈ വായിച്ചാൽ അവർക്ക് പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 10-15 ലൈനൊക്കെ ഉള്ള പാസേജുകൾ അവർക്ക് വായിക്കാൻ കൊടുക്കരുത്. ചെറിയ ചെറിയ പാസേജുകൾ വായിക്കാൻ കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ വലിയ പാസേജുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പാർട്ടുകളാക്കിയിട്ട് അവർക്ക് ഒരു സമയത്ത് ചെറിയ ഒരു 3-4 ലൈനൊക്കെ ഉള്ള അല്ലെങ്കിൽ 4-5 ലൈനൊക്കെ ഉള്ള പാസേജുകൾ വായിക്കാൻ കൊടുക്കണം. അപ്പോൾ അത് വായിച്ച് അത് അവർ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അടുത്ത പാസേജ് കൊടുക്കുക. അഥവാ നമ്മൾ ഒരു ഗ്രാജുവലായിട്ട് പതിയെ അവരെ നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ശരിക്കും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു സ്വയം പുച്ഛമായിരിക്കും, ഒന്നിനെക്കുറിച്ചും ഒരു നിസ്സംഗഭാവമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, എപ്പോഴും അവരെ ഇങ്ങനെ വെൽക്കം ചെയ്യണം. ക്ലാസ്സിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇവരെ എപ്പോഴും നോക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് തോന്നണം ടീച്ചർ എന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നെ വെൽക്കം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നണം. അങ്ങനെ കാരണം മനസ്സാണ്, എത്ര ഗ്രാഹ്യശക്തിയില്ലാത്ത മനസ്സായാലും നമ്മൾ അവരെ പരിഗണിക്കുന്നു എന്ന് തോന്നുമ്പോൾ ചില നോട്ടം മതി ചിലപ്പോൾ അതോടുകൂടി അവർക്ക് മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകാനൊക്കെ. അപ്പം നമ്മൾ എപ്പോഴും അവരെ വളരെ ഊഷ്മളമായിട്ട് സ്വീകരിക്കണം. ഒരു ഊഷ്മളത എപ്പോഴും അവർക്ക് നൽകാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഈ പിന്നെ കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനൊന്നും കഴിയില്ലെങ്കിലും ചിലപ്പോൾ ഇവർക്ക് ഈ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടത് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇപ്പം ചിലർക്ക് തീരെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനൊന്നും പറ്റൂലെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സംഘടിപ്പിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചവർ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ചോക്കെടുക്കാൻ പോവാം, പിന്നെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഘടിപ്പിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഒരു ചെറിയ കുട്ടികളുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ നടത്തണമെങ്കിൽ ഡിസ്കഷനിൽ ഇവർ ചിലപ്പോൾ വലിയ പോയിന്റ് ഒന്നും പറയില്ലെങ്കിലും ആ ഡിസ്കഷൻ ഒക്കെ നോക്കി നടത്തണം, ഓരോരുത്തരും പോയിന്റ് പറയുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു ഡ്യൂട്ടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സജീവമായി പങ്കെടുക്കും. ഈ സജീവത, നമ്മുടെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ, നമ്മുടെ ശരീരഭാഗങ്ങളുടെ ഇടപെടൽ പോലും ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ഊർജം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഡ്യൂട്ടിയൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് നൽകുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ ചിലപ്പോൾ ഈ പിന്നെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു പരിചയമൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അത്തരം ഡ്യൂട്ടികൾ കൊടുക്കുക.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇവർക്ക് വളരെ വിശാലമായ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകില്ലെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർക്ക് ആസ്പിറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മൾ അവർക്ക് അഭിലാഷം ഉണ്ടാക്കണം. അത് വളരെ മെല്ലെ മെല്ലെ കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ മനസ്സിലൊരു അഭിലാഷം ഉണ്ടാക്കിയെടുക്കണം. അഭിലാഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനസ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം വരും. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ മനസ്സും ശരീരവും ഒക്കെ എന്ത് ചെയ്യും, സജീവമാകും. അങ്ങനെയാണ് അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വളർത്തി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെ അവരും സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ കൺസൾട്ടിങ് ഹവേഴ്സ് ഉണ്ടാക്കണം. അഥവാ ക്ലാസ്സിൽ നിന്നൊന്നും പറയരുത്, മറിച്ച് അവരെ സ്വകാര്യമായിട്ട് അവരോട് പറയാം, എനിക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നെ സമീപിക്കാവുന്ന, രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നെ സമീപിക്കാവുന്നതാണ് എന്ന രീതിയിൽ അവർക്ക് സ്പെഷ്യൽ കൺസൾട്ടിങ് ടൈം എന്ത് ചെയ്യാം, പിന്നെ അനുവദിച്ചു കൊടുക്കും.